ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ഇന്ദിരാഭവന്റെ മുന്നിലാണ്. എല്ലാവരും വലിയ ആവേശത്തിലാണ്. ഇപ്പോൾ കേരള ടൈംസിന്റെ മാനേജിംഗ് ഡയറക്ടർമാരായ ജോബിനും ഡോക്ടർ അനിൽ മാത്യു നമ്മോടൊപ്പം ഉണ്ട്. ജോബിൻ, എന്താണ് ഈ ട്രെൻഡ് അനുസരിച്ച് പറയാൻ സാധിക്കുന്നത്? UDF എന്തായാലും വിജയം സുനിശ്ചിതമാണ്. ഈ നാടിനൊരു മാറ്റം ആവശ്യമാണ്. ആ മാറ്റത്തിനായി നമ്മളെല്ലാം നോക്കിയിരിക്കും. ജോബിൻ പറയുന്നത് UDF വരുമെന്ന് തന്നെയാണ്. ഏകദേശം എത്ര സീറ്റാണ് ഉദ്ദേശിക്കുന്നത്? 80 മുതൽ 95 വരെ സീറ്റ് വരെ പിടിക്കാനുള്ള ചാൻസ് കാണും. അപ്പോൾ ആ പ്രതീക്ഷ ശുഭമായിട്ടുള്ള പ്രതീക്ഷയാണ്. അത് നടക്കട്ടെ. അതോടൊപ്പം തന്നെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അനിൽ മാത്യു സാർ നമ്മോടൊപ്പം ഉണ്ട്. സാർ, ഏകദേശം എത്ര സീറ്റാണ് UDF നേടാൻ സാധിക്കുക? നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇന്ന് വരെ കേരളം കാണാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഇലക്ഷനാണ് ഇത്തവണ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ പ്രധാന കാരണം NDAയുടെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോൾ നന്നായിട്ട് നടത്തുന്നുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ അടിയൊഴുക്കുകൾ ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇപ്പോൾ പലരും പ്രഡിക്ഷൻ ഉണ്ട്. നമ്മൾ ഇലക്ഷൻ്റെ റിസൾട്ടുകൾ പലരും പറയുന്നുണ്ട്. എങ്കിലും റിസൾട്ട് വരുന്നവരെ ക്ഷമയോടെ കാത്തിരിക്കാനേ പറ്റുള്ളൂ. UDF ലീഡ് ചെയ്യും എന്നുള്ളത് നമുക്ക് ജനറൽ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും എങ്ങനെയൊക്കെ ലീഡ് ചെയ്യും, എന്തൊക്കെ വ്യത്യാസങ്ങൾ വരും എന്നുള്ളത് ഇലക്ഷൻ റിസൾട്ട് ഈ തവണ മാത്രം കേരളത്തിൽ റിസൾട്ട് കഴിഞ്ഞ് മാത്രം നമുക്ക് പറയാവുന്ന അവസ്ഥയിലാണ്. അത്ര ഒരു വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഇനിയും കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് കേരളം ആര് ഭരിക്കും എന്നുള്ളത് തീരുമാനിക്കേണ്ട സമയങ്ങളാണ്. കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഇനി കേരളം ആര് ഭരിക്കും എന്ന് മനസ്സിലാകാൻ സാധിക്കുക. ഇന്ദിരാഭവനിൽ ഇപ്പോൾ വളരെ ആവേശത്തിൽ ജനങ്ങളുണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്. അവരുടെയൊക്കെ ആവശ്യം വളരെ വലുതാണ്. നമുക്ക് അവരോട് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. UDF ഏകദേശം എത്ര സീറ്റ് കേരളത്തിൽ പിടിക്കുമെന്നാണ് ചേട്ടൻ? റിസൾട്ട് അറിയട്ടെ. എന്നാലും ഏകദേശം ഉദ്ദേശം പറയും. 85 വേണ്ടി പിടിക്കും. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് എങ്ങനെയാണ് പോകുന്നത്? ട്രെൻഡ് നമുക്ക് അനുകൂലമാണ്. UDF ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും ആവേശത്തിലാണ് അവർ പറയുന്നത് UDF ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുന്നത് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും വളരെ ആവേശത്തിലാണ്. ഇപ്പോൾ നമ്മുടെ ഒപ്പം രമ്യ ഹരിദാസ് ഉണ്ട്. UDF ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാവും? ഉറപ്പായിട്ടും UDF കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വരാൻ പോവുകയാണ്. ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാലോ, കഴിഞ്ഞ ഒരു ലാസ്റ്റ് 10 വർഷക്കാലമായിട്ട് ക്ഷേമ പദ്ധതികൾ ഇല്ലാതെ പോയ കാലഘട്ടമാണ്. അത് ജനങ്ങൾ നമ്മൾ ഭവന സന്ദർശനം നടത്തുമ്പോൾ നമ്മുടെ പ്രചരണത്തിന് പോകുമ്പോഴൊക്കെ ജനങ്ങൾ പറയുന്നുണ്ട് ആ ക്ഷേമ പദ്ധതികളൊക്കെ ഞങ്ങൾക്ക് തിരികെ വേണം, അതിനായിട്ട് കോൺഗ്രസ് വരണം, UDF വരണം എന്ന് പറയുന്ന ജനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഏകദേശം എത്ര സീറ്റാണ് ഉദ്ദേശിക്കുന്നത്? കാരണം ഈ ഒരു രാവിലത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നോക്കുമ്പോൾ 100-ലധികം സീറ്റായിട്ട് UDF അധികാരത്തിൽ വരും എന്നുള്ള പ്രതീക്ഷയാണ്. എനിക്ക് തോന്നുന്നു രമ്യക്ക് വളരെയധികം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചു, അതിനൊരു ഫലം കിട്ടും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാവും. ഉറപ്പായിട്ടും. കാരണം ഞങ്ങളും സഹപ്രവർത്തകരും ഒരുമിച്ചെടുത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഞങ്ങൾ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ കൗണ്ടിങ്ങിലേക്ക് ഞങ്ങൾ കാതോർക്കുന്നത്. NDA സീറ്റ് പിടിക്കുന്നുണ്ടോ? കാരണം ഞങ്ങളുടെ സീറ്റുകളെല്ലാം UDF കൈകളിലേക്ക്, UDF ശക്തമായിട്ട് മത്സരിക്കുന്ന ഇടങ്ങളിൽ UDF ശക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാവും. പാലക്കാട് പിഷാരടിയാണ് നിൽക്കുന്നത്. അവിടെ ഒരു വളരെ വലിയ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എന്താണ് പാലക്കാടിനെ കുറിച്ച് പറയുന്നത്? പാലക്കാടിനെ കുറിച്ച് ഒരു സംശയിക്കേണ്ടതില്ല. കാരണം അത് പിഷാരടിക്കൊപ്പം UDF കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ്. ആ ജനങ്ങളുടെ മനസ്സ് നേരത്തെ ഷാഫി പറമ്പിൽ MLA ആയിരുന്നപ്പോഴും അതിനുശേഷം വന്നപ്പോഴും ഒക്കെ UDF ചേർന്ന് നിന്ന മണ്ഡലമാണ്. അതുകൊണ്ട് അതിനകത്തൊരു തർക്കമേ ഇല്ല. ഷാഫി പറമ്പിലിന് കിട്ടിയ പിന്തുണ പോലെ, നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ പിന്തുണ പോലെ അതിനെ എന്താ പറയുക, ജനങ്ങൾ കാത്തിരിക്കുകയാണ് പിഷാരടിയെ നിയമസഭയിലേക്ക് പാലക്കാട്ട് നിന്നും അയക്കാൻ. അപ്പോൾ രമ്യ കാര്യത്തിന് തീർച്ചയായിട്ടും രമ്യക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടാവുന്നതാണ് പറയുന്നത്. അതുപോലെ പാലക്കാട് പിഷാരടിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ അറിയാം ആരാണ് കേരളം ഭരിക്കുന്നത്. UDF വളരെ ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം.